നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ദേവസ്വം പാടത്ത് ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ ശ്രീജിത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. പോലീസ് കസ്റ്റഡിയിൽ മരിച്ച എറണാകുളം വരാപ്പുഴ സ്വദേശി ശ്രീജിത്തിന്റെ അടിവയറ്റിൽ മാരക മുറിവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കരളും വൃക്കയും അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ പ്രവർത്തനരഹിതമായിരുന്നുവെന്നും ശരീരത്തിൽ 18 ക്ഷതങ്ങളുണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ അതിക്രൂരമായ മർദ്ദനമേറ്റാണ് ശ്രീജിത്ത് മരിച്ചതെന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അടിവയറ്റിൽ ആഴത്തിലുള്ള മുറിവേറ്റ് ചെറുകുടൽ മുറിയുകയും തുടർന്നുണ്ടായ ഗുരുതരമായ അണുബാധയുമാണ് മരണത്തിലേക്ക് നയിച്ചത്. വൃക്കയും കരളും അടക്കമുള്ള പ്രധാന ആന്തരിക അവയവങ്ങൾ പ്രവർത്തനരഹിതമായിരുന്നു. ശരീരത്തിൽ 18 ക്ഷതങ്ങളുണ്ട്. ഇവയ്ക്ക് 2 മുതൽ 3 ദിവസം വരെ പഴക്കമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഫോറൻസിക് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സക്രിയ തോമസിന്റെ നേതൃത്വത്തിൽ 3-അംഗ സംഘമാണ് ശ്രീജിത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറി. കൂടുതൽ അന്വേഷണങ്ങൾക്കായി അടുത്ത ദിവസം തന്നെ പോലീസ് ഫോറൻസിക് സർജന്റെ വിശദ മൊഴി രേഖപ്പെടുത്തും. കസ്റ്റഡി മരണ കേസിൽ സിഐയും എസ്ഐയും അടക്കം 4 പോലീസുകാർക്ക് കൂടി ഇന്നലെ സസ്പെൻഷൻ ലഭിച്ചിരുന്നു. ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്ത വരാപ്പുഴ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ പറവൂർ സർക്കിൾ ഇൻസ്പെക്ടർ ക്രിസ്പിൻ സാം, വരാപ്പുഴ സബ് ഇൻസ്പെക്ടർ ദീപക്, ഗ്രേഡ് ASI സുധീർ, വരാപ്പുഴ സ്റ്റേഷനിലെ സീനിയർ CPO സന്തോഷ് ബേബി എന്നിവർക്കായിരുന്നു സസ്പെൻഷൻ. വരാപ്പുഴയിലെ SR ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന IG S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിഐയും SIയും ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തത്. കസ്റ്റഡിയിൽ മരിച്ച ശ്രീജിത്തിന്റെ വീട് സന്ദർശിച്ച് ബന്ധുക്കളിൽ നിന്ന് വിവരം തേടവെ IG ശ്രീജിത്ത്, സിഐയും SIയും അടക്കമുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. നേരത്തെ ശ്രീജിത്തിനെ വീട്ടിൽ നിന്ന് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയ 3 പോലീസുകാരെ ചൊവ്വാഴ്ച വൈകുന്നേരം സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതോടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥർ 7 ആയി. ആലുവ റൂറൽ SP AV ജോർജിന്റെ പ്രത്യേക സ്ക്വാഡിൽപ്പെട്ട പോലീസുകാരാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മഫ്തിയിലെത്തിയ ശ്രീജിത്തിനെയും സഹോദരൻ സജിത്തിനെയും കസ്റ്റഡിയിലെടുത്തത്. ഇവരെയാണ് ചൊവ്വാഴ്ച സസ്പെൻഡ് ചെയ്തത്. കസ്റ്റഡിയിൽ മരിച്ച ശ്രീജിത്തിന്റെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരത്തിനായി നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചിരുന്നു. തുടർന്ന് എറണാകുളം ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ളയാണ് 3 പോലീസുകാരെ പ്രാഥമിക നടപടിയെന്ന നിലയിൽ സസ്പെൻഡ് ചെയ്യുന്നതായി അറിയിച്ചത്. അന്വേഷണത്തെ തുടർന്ന് കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും കളക്ടർ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് IG S ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കസ്റ്റഡി മരണം അന്വേഷിക്കാൻ DGP ലോക്നാഥ് ബെഹ്റ നിയോഗിച്ചത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.